PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. JCI എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, അണ്ടർ റൈറ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ഈസ് ഡാഷ് ഫങ്ഷൻസ് ഓഫ് എ ബാങ്ക്. അണ്ടർ റൈറ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ഈസ് ഡാഷ് ഫങ്ഷൻ ഓഫ് എ ബാങ്ക്. ഉത്തരം ജനറൽ യൂട്ടിലിറ്റി ഫങ്ഷൻ. നമ്മൾ പഠിച്ചതാണ് കൊമേഴ്സ്യൽ ബാങ്കുകളുടെ ഫങ്ഷൻസ് രണ്ടായിട്ട് തരംതിരിക്കാം, പ്രൈമറി ഫങ്ഷൻസും സെക്കൻഡറി ഫങ്ഷൻസും. പ്രൈമറി ഫങ്ഷനിൽ വരുന്നത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ഗ്രാൻഡിങ് ലോൺസ്, സെക്കൻഡറി ഫങ്ഷനിൽ വരുന്നത് ഏജൻസി ഫങ്ഷൻസും ജനറൽ യൂട്ടിലിറ്റി ഫങ്ഷൻസും. ജനറൽ യൂട്ടിലിറ്റി ഫങ്ഷനിൽ വരുന്നതാണ് സേഫ് ഗാർഡ് ഓഫ് വാല്യുബിൾസ്, പ്രൊവൈഡ് സേഫ്റ്റി ലോക്കർ ഫെസിലിറ്റി, ലീസ് ഫിനാൻസിങ്, ട്രാവലേഴ്സ് ചെക്ക്, മർച്ചൻറ്റ് ബാങ്കിങ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, അണ്ടർറൈറ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, ഫാക്ടറിംഗ് സർവീസ്, ബാങ്ക് ഡ്രാഫ്റ്റ്. ഇതെല്ലാം ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ജനറൽ യൂട്ടിലിറ്റി ഫങ്ഷൻസ് ആണ്. അടുത്ത ചോദ്യം, സേവിങ്സ് ബാങ്ക് വിത്ത് നോ മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ് ഈസ് കോൾഡ് ഡാഷ്. സേവിങ്സ് ബാങ്ക് വിത്ത് നോ മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ് ഈസ് കോൾഡ് ഡാഷ്. ഉത്തരം നോ ഫ്രിൽസ് അക്കൗണ്ട്. നോ ഫ്രിൽസ് അക്കൗണ്ടുകൾ വന്നത് 2005 2012 RBI നോ ഫ്രിൽസ് അക്കൗണ്ടുകളെ റീപ്ലേസ് ചെയ്തിട്ട് BSBDA ആക്കി മാറ്റി. BSBDA നമുക്കറിയാം ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ്. BSBDA സേവിങ്സ് അക്കൗണ്ടാണ്, പക്ഷേ മിനിമം ബാലൻസ് വേണ്ട. ഒരു വർഷത്തേക്കുള്ള ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. ഒന്നിച്ച് ഡെപ്പോസിറ്റ് ചെയ്യാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. ചാർജ് ഇല്ലാതെ ഒരു മാസത്തേക്ക് 4 വിത്ഡ്രോവൽസ് മാത്രമേ അലൗ ചെയ്യുന്നുള്ളൂ. മാക്സിമം വിത്ഡ്രോവൽ ലിമിറ്റ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. അടുത്ത ചോദ്യം, നോസ്ട്രോ മീൻസ് ഉത്തരം ഔർ മണി വിത്ത് യു. നമ്മൾ പഠിച്ചിട്ടുണ്ട് നോസ്ട്രോ, വോസ്ട്രോ, ലോറോ അക്കൗണ്ടുകൾ ഇൻ്റർനാഷണൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളാണ്. നോസ്ട്രോ എന്ന് പറഞ്ഞാൽ ഔർ മണി വിത്ത് യു എന്നാണ് അർത്ഥം. അതായത് ഇന്ത്യൻ ബാങ്ക് ഫോറിൻ കൺട്രീസിൽ ഫോറിൻ കറൻസിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അത്തരം അക്കൗണ്ടുകളെയാണ് നോസ്ട്രോ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഔർ മണി വിത്ത് യു എന്ന് മീനിങ് വരുന്നത്. രണ്ടാമത്തേത് വോസ്ട്രോ അക്കൗണ്ടാണ്. വോസ്ട്രോ മീൻസ് യുവർ മണി വിത്ത് അസ് എന്നാണ്. വോസ്ട്രോ മീൻസ് യുവർ മണി വിത്ത് അസ്. ഫോറിൻ ബാങ്ക് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതാണ്, ഇന്ത്യൻ കറൻസിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതാണ്. ഒരു ബാങ്കിന് ഒരു രാജ്യത്ത് അക്കൗണ്ട് തുടങ്ങുന്നതിന് എന്തെങ്കിലും ലീഗൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് എങ്കിൽ മറ്റൊരു ബാങ്ക് ത്രൂ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അത്തരം അക്കൗണ്ടുകളാണ് ലോറോ അക്കൗണ്ട് എന്ന് പറയുന്നത്. ലോറോ മീൻസ് ദെയർ മണി എന്നാണ് അർത്ഥം. CDSL മീൻസ് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ഇന്ത്യ ലിമിറ്റഡ്. CDSLും NSDLും നമ്മൾ എവിടെയാണ് പഠിച്ചത്? ഡിമാറ്റ് അക്കൗണ്ട്, ഡീമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന 2 സ്ഥാപനങ്ങളാണ് CDSLും NSDLും. CDSL എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ഇന്ത്യ ലിമിറ്റഡ്, NSDL എന്ന് പറഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്. ഇവർക്ക് ഈ സ്ഥാപനങ്ങളുടെ ഇടയിൽ ഇൻ്റർമീഡിയറീസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊമേഴ്സ്യൽ ബാങ്കുകളാണ്. അടുത്ത ചോദ്യം, മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു രജിസ്റ്റർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു രജിസ്റ്റർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഉത്തരം 25. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. 25 ആൾക്കാർ ഫ്രം ഡിഫറെൻറ്റ് ഫാമിലി ആണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടത്. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ മിനിമം എത്ര ആൾക്കാർ വേണം? 7 ആൾക്കാരാണ്, മാക്സിമം ലിമിറ്റ് ഇല്ല. ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടത് മിനിമം 2 ആൾക്കാരാണ്. ഒരു പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ മിനിമം 2 ആൾക്കാർ തന്നെയാണ്. പാർട്ട്ണർഷിപ്പിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 100ഉം പ്രൈവറ്റ് കമ്പനിയുടെ മാക്സിമം ലിമിറ്റ് 200ഉമാണ്. ഒരു ബാങ്കിങ് കമ്പനി തുടങ്ങാൻ മിനിമം 2 ആൾക്കാർ വേണം, മാക്സിമം 10 ആൾക്കാർ. അടുത്തത്, ഇൻ ഡാഷ് SBI സ്റ്റാർട്ട്സ് ഇക്വിറ്റി ഫണ്ട് സ്കീം. ഇൻ ഡാഷ് SBI സ്റ്റാർട്ട്സ് ഇക്വിറ്റി ഫണ്ട് സ്കീം. വർഷമാണ് ചോദിക്കുന്നത്. ഏത് വർഷമാണ് ഇക്വിറ്റി ഫണ്ട് സ്കീം SBI സ്റ്റാർട്ട് ചെയ്തത്? ഉത്തരം 1978. 1978 SBI ഇക്വിറ്റി ഫണ്ട് സ്കീം തുടങ്ങിയത്. പുതിയ എൻ്റർപ്രണേഴ്സിന് ഇക്വിറ്റി ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം.
SBI ഫാം ഗ്രാജുവേറ്റ് സ്കീം സ്റ്റാർട്ട് ചെയ്തത് 1969 1969 നമുക്കറിയാം ലീഡ് ബാങ്ക് സ്കീം വന്ന വർഷമാണ്. അതേ വർഷം തന്നെയാണ് SBI ഫാം ഗ്രാജുവേറ്റ് സ്കീം സ്റ്റാർട്ട് ചെയ്തത്. അത് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് അത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഫാം ഗ്രാജുവേറ്റ് സ്കീം SBI കൊണ്ടുവന്നത് 1969. 72-73 കാലത്താണ് SBI മർച്ചൻറ്റ് ബാങ്കിങ് തുടങ്ങിയത്. 78 ഇക്വിറ്റി ഫണ്ട് സ്കീം തുടങ്ങിയത്. 98 റീസർജൻറ്റ് ഇന്ത്യ ബോണ്ട് അല്ലെങ്കിൽ RIB സ്റ്റാർട്ട് ചെയ്തത് 1998. അടുത്ത ചോദ്യം, ഓൺ ഡാഷ് SBI ലോഞ്ച് ഇറ്റ്സ് മൊബൈൽ ബാങ്കിങ് ആപ്പ് യോനോ. ഓൺ ഡാഷ് SBI ലോഞ്ച് ഇറ്റ്സ് മൊബൈൽ ബാങ്കിങ് ആപ്പ് യോനോ. ഉത്തരം 24 നവംബർ 2017. 2017 നവംബർ 24 SBIയുടെ ബാങ്കിങ് ആപ്ലിക്കേഷനായ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ യോനോ സ്റ്റാർട്ട് ചെയ്തത്. യോനോ മീൻസ് യു ഒൺലി നീഡ് വൺ എന്നാണ്. യോനോ യു ഒൺലി നീഡ് വൺ സ്റ്റാർട്ട് ചെയ്തത് 24 നവംബർ 2017. അടുത്തത് ഫസ്റ്റ് RRB ഇൻ ഇന്ത്യ. ഫസ്റ്റ് RRB ഇൻ ഇന്ത്യ. ഉത്തരം പ്രഥമ ഗ്രാമീൺ ബാങ്ക്. ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ വന്ന പ്രഥമ ഗ്രാമീൺ ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ RRB. RRBക്ക് ഒരു സ്പോൺസറിങ് ബാങ്ക് ഉണ്ടായിരിക്കും. പ്രഥമ ബാങ്കിനെ സ്പോൺസർ ചെയ്തത് സിൻഡിക്കേറ്റ് ബാങ്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ RRB ആണ് കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്കിനെ സ്പോൺസർ ചെയ്യുന്നത് കാനറ ബാങ്കാണ്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറം. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ബാങ്ക് ഓഫ് ബറോഡ. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ബാങ്ക് ഓഫ് ബറോഡ. ഉത്തരം വഡോദര. ബാങ്ക് ഓഫ് ബറോഡയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് വഡോദരയിലാണ്. SBIയുടെ മുംബൈയിലാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത് ന്യൂഡൽഹി.